ദെൻ ഇനി ട്രൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ള ആശങ്കകളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. തിരുത്തി മോളെ പുറത്താക്കി. ഞാൻ അവരോട് സംസാരിച്ചു. സത്യത്തിൽ അങ്ങനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് 10-30 ലക്ഷം രൂപയൊക്കെ കൊടുത്ത്, പക്ഷെ എൻ്റെ ന്യായം ഇതാണ്, എനിക്കിതൊരു അന്യായമായിട്ടാണ് തോന്നുന്നത്. ഈ അടുത്ത് ഓഫീസിലൊരു ഫാമിലി വന്നു. ഭയങ്കര കൗതുകകരമായ രസകരമായ ഒരു ഇൻട്രാക്ഷനും ഒരു കൂടിക്കാഴ്ചയുമായിരുന്നത്. അപ്പം കുട്ടിയുടെ നിർബന്ധത്തിനാണ് ഫാമിലി വന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. നിർബന്ധമല്ല, ആവശ്യപ്പെട്ടിട്ട് വന്നതാണ് എന്നെ കാണാൻ. അപ്പോൾ വന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിപ്പിക്കുന്നതിനെക്കുറിച്ച് വീട്ടുകാരെ ആലോചിക്കുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഡിഗ്രി പഠിക്കുന്നുണ്ട്, ഡിഗ്രി എന്താക്കണം, അത് ഈ കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ചർച്ച ചെയ്യാനാണ് വന്നതെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ എനിക്കതിൽ കുട്ടിയുടെ ഒരു സംസാരത്തിൽ എനിക്കൊരു സുഖമില്ലായ്മ, എന്തോ ഒരു പ്രശ്നം, അവൾ എന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ഫാമിലിയിൽ നിന്ന് വന്നൊരു കല്യാണാലോചനയാണ്, നല്ല പയ്യനാണ്, നല്ല ജോലിയൊക്കെ ഉണ്ട്, അതൊക്കെ വിശദമായിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നിൻ്റെ പ്ലാൻ എന്താ, നീ ഏതാ കോഴ്സ്? അപ്പം എന്നോട് പറഞ്ഞു, സാറിന് എന്നെ ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു 3 കൊല്ലം മുമ്പ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഇയർ +1 ആവുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ എൻ്റെ സ്കില്ലൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ കുറേ അഭിനന്ദിച്ചു. പ്ലസ് അതോടൊപ്പം നിങ്ങൾ കുറേ കോഴ്സുകൾ നിർദ്ദേശിച്ച കൂട്ടത്തിൽ എന്നോട് ഡിസൈനിങ്ങിന് പോകാൻ പറഞ്ഞു. ഞാൻ നന്നായി വരക്കും, ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ സജസ്റ്റ് ചെയ്ത് കോഴ്സുകൾ ഒരു 4-5 ഓപ്ഷൻ ഇവളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളുടെ സ്കില്ലുകൾ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നന്നാവും, ക്രിയേറ്റീവായ, ഇൻട്രാക്റ്റീവായ, ഇതൊക്കെ ഞാൻ പറഞ്ഞു അത്രേ. അപ്പോൾ റിസൾട്ടും ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനും IITയും അതുപോലെ പ്രൈവറ്റായ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതെല്ലാം നല്ല പ്ലേസ്മെൻ്റ് ഉള്ളതാണ്, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, പ്ലേസ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഫീസ് അല്പം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ +1 കഴിഞ്ഞ് +2 എന്നെ വന്ന് കണ്ടിട്ട് ഈ NIDയുടെ ടെസ്റ്റൊക്കെ എഴുതിയിരുന്നു. പിന്നെ അവരെൻ്റെ അടുത്ത് വന്നിട്ടില്ല. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ആകുമ്പോഴാണ് എന്നെ കാണാൻ ഈ വരുന്നത്. അപ്പം ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. സത്യത്തിൽ NIFTയിലും കൊടുത്തു, NIDയിലും കൊടുത്തു, ദെൻ IITയിലൊക്കെ കൊടുത്തു, കിട്ടും എന്ന കോലത്തിലായി. പക്ഷേ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ബോർഡർ ലൈൻ ഒന്നുകൂടി ഒന്ന് ഫുൾ ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് കിട്ടുമായിരുന്നു. പക്ഷെ പാരൻസിന്, പ്രത്യേകിച്ച് ഫാദറിന് അതിൽ വലിയ താല്പര്യമില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ഫീസാണ്, അത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, താല്പര്യമില്ല, പഠിപ്പിക്കാൻ പറ്റില്ല എന്നതിനേക്കാൾ ഫീസ്, ഇത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കണമെന്നൊക്കെ ഉള്ളതാണ്. ഡിസൈനിങ് അല്ലേ, അതുപോലെ സമാനമായ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിപ്പിച്ചാൽ പോരെ എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് ഒരു സാധാ കോളേജിൽ ഈ കുട്ടിയെ പഠിപ്പിച്ചു. ദെൻ അവിടുത്തെ ഒരു സാധാരണ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സുകളിലൊരു ട്രെയിനിങ് ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തിട്ട് അവൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നത് അവളുടെ വർത്തമാനങ്ങളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഈ പാരൻസിനെ പുറത്തിറക്കിയിട്ട് ഇവളോട് സ്വകാര്യമായിട്ട് സംസാരിച്ചു. അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ പറ്റായിക ഒന്നുമില്ല സാറേ, കൊടുക്കാൻ പറ്റും, ശ്രമിച്ചാലൊക്കെ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം, നല്ല ജോലിയൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് പറ്റിയൊരു ഫീൽഡാണ് എന്ന് സാറെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്തിരുന്നു. ആദ്യമൊക്കെ സമ്മതിച്ച, പക്ഷേ ഈ പൈസൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു സങ്കടം അവൾ എന്നോട് പറഞ്ഞു. ഇനിയും ചേർന്നാൽ വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് ഇനിയും അങ്ങനത്തെ കോഴ്സ് കിട്ടിയാൽ പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം അവളുടെ വർത്തമാനത്തിൽ നിഴലിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ സെക്കൻഡ് ഇയറിലേക്ക് ആവുന്നല്ലേ, ദെൻ ഇനി ട്രൈ ചെയ്താൽ കിട്ടുമോ എന്നുള്ള ആശങ്കകളൊക്കെ അവൾക്ക് ഉണ്ടായിരുന്നു. കല്യാണാലോചന വന്നതുകൊണ്ട് അവൾക്ക് നിർബന്ധമില്ല, പാരൻസിന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇനി അഥവാ നടന്നാൽ നമുക്ക് ഹയർ സ്റ്റഡീസ് നടക്കൂ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ നിന്നൊരു ഹയർ ഓപ്ഷൻ എങ്ങനെയായിരിക്കണം, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, പാരൻറ്റിനെ വിളിച്ച് അടുത്തിരുത്തി മോളെ പുറത്താക്കി. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് കല്യാണം, നല്ല കുട്ടിയാണോ? ഞാൻ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, അപ്പോൾ അവൾ കരിയർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആലോചന എങ്ങനെയാണ്, കുഴപ്പമില്ല, അടുത്തുള്ള നാട്ടിലുള്ള ഒരു ടീമാണ്, അറിയുന്ന ഒരു ടീമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കാൻ പെട്ടെന്ന് ഇത് നടത്താനുള്ള പരിപാടിയുണ്ടോ? അങ്ങനെയല്ല, ഓക്കെയാണ്, ഇവളും കംഫർട്ടബിൾ ആണെങ്കിൽ, കരിയർ പ്ലാൻ കറക്റ്റ് ആണെങ്കിൽ നടത്തണം എന്നാണ് ആഗ്രഹം. ഞാൻ കല്യാണത്തിനാണോ കരിയറിനാണോ പ്രാധാന്യം? അപ്പോൾ ആൾ കൺഫ്യൂസ്ഡായി. ഞാൻ പറഞ്ഞു, പോട്ടെ, അത് വിട്, നമുക്കത് ആലോചിക്കാം. ശരിക്ക് നിങ്ങൾ ഇനി അഥവാ കല്യാണം കഴിച്ച് വിടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു,
നടപ്പൻസ് നാട്ടിലല്ലേ സാർ, കല്യാണമൊക്കെ നടത്തുമല്ലേ, അപ്പോൾ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ മോശമാവരുതല്ലോ. അതുകൊണ്ട് ഞാനൊരു കുറച്ച് സ്വർണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അവൾക്ക്, അത് അവൾക്ക് ഉപകാരപ്പെടുമല്ലോ. ഞാൻ എത്ര ഏകദേശം കൊടുക്കും? എന്നോട് പറഞ്ഞൊരു 40-50 കൊടുക്കണ്ടേ സാർ. ഞാൻ അത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും, ഇപ്പോഴത്തെ കാലത്തല്ലേ. പിന്നെ ഫുഡൊക്കെ കൊടുക്കൂലേ നാട്ടിൽ, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു മോളല്ലേ ഉള്ളൂ സാർ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത്ര ധൃതി പിടിച്ച് നടത്തണം? അല്ല, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നടത്തുള്ളൂ, അങ്ങനെ ധൃതി പിടിച്ചൊന്നും ഞാൻ എന്ത് ചെയ്യൂല, നടത്തൂല. മാത്രമല്ല കരിയർ പ്ലാൻ കറക്റ്റ് ആണെങ്കിലേ ഞാൻ നടത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, കരിയർ പ്ലാൻ കറക്റ്റ് അല്ല, അവൾക്ക് പഠിക്കണം എന്നാണ് ഭയങ്കര തീവ്രമായ ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കും. എന്നാൽ പിന്നെ നമുക്കതങ്ങ് തീരുമാനിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ഞാൻ കോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് സംസാരിക്കുകയും പറയുകയും ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങും IIT ഒക്കെ NID NIFT ഒക്കെ പറഞ്ഞിരുന്നല്ലോ, അന്ന് നിങ്ങളത് ഒഴിവാക്കാൻ കാരണം എന്താ? എന്നോട് പറഞ്ഞു, അത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ സാർ, അത്രയൊക്കെ കൊടുത്ത് പഠിപ്പിക്കണോ? ഞാൻ ചോദിച്ചു, ഒരു പരിചയമില്ലാത്ത ഒരു പയ്യനെ, ഒരാളെ 10-15-20 കൊല്ലം നിങ്ങൾ വളർത്തി തത്തേ പൊന്നെ മുത്തേ കരളെ അവളുടെ സങ്കടങ്ങളുടെ കൂടെ നിന്ന്, അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന്, അവളെ താലോലിച്ച് സ്നേഹിച്ച് കൊണ്ടുവരുന്നൊരു കുട്ടിയെ ഇന്നലെ കണ്ട ഏതോ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ നിങ്ങൾ 40 പവനും 50 പവനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, അത് സാധാരണ സാർ, അത് ഒരു അങ്ങനെയല്ലേ, അതിൻ്റെ ഒരു രീതി അങ്ങനെയല്ലോ, അത് ചെയ്യണമല്ലോ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമല്ലോ. ഞാൻ ചോദിച്ചു, എങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, അവൾക്ക് കൊടുത്തു വിടണം, അതാണ് പ്രധാനം എന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഇതിനേക്കാൾ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ടിയിരുന്നത് അവളുടെ പഠനത്തെയും അവളുടെ കരിയറിനെയും ഭാവിയെയും കുറിച്ചല്ലേ? ദെൻ നിങ്ങൾ 40 പവൻ 50 പവൻ കൊടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 30 പവൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കും. കല്യാണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്ത്രീധനം അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും ഒരു 10-30 പവൻ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ അതൊരു നാട്ടു നടപ്പും രീതിയുമാണ്, നമ്മളത് ചെയ്യും അല്ലേ? നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ എത്ര പൈസ ചിലവാകുമെന്ന് നിങ്ങൾക്കറിയോ? 40 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപ എങ്ങനെയായാലും വരും അല്ലേ? അതോടൊപ്പം നിങ്ങൾ എങ്ങനെയായാലും അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ദെൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു 10 ലക്ഷം, എല്ലാ ഒരുക്കങ്ങളും പ്രിപ്പറേഷനും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ 10-30 ലക്ഷം രൂപ ചിലവാകും ഇല്ലേ? നിങ്ങൾ ഈ കോഴ്സിന് ഈ കുട്ടിയെ അത് ഏതോ ഒരാൾക്ക് വേണ്ടി കൊടുത്തു വിടുന്നതാണ്. സത്യത്തിൽ അങ്ങനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് 10-30 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ചിലവാക്കി കല്യാണം കഴിപ്പിച്ച് വിടുമ്പോഴുള്ള നമ്മളുടെ അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഒരു പിന്നിലുള്ളൊരു ചേതോ വികാരം, അതിൻ്റെ ഒരു ഫീലിംഗ്, അവളുടെ ഫീലിങ്ങോ മറ്റുള്ളവരുടെ ഫീലിങ്ങോ ഒന്ന് ആലോചിച്ചൊക്കെ. എനിക്കൊരു മോളുണ്ട്, ഞാൻ നിനക്ക് തരുകയാണ്, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് കൊണ്ടുപോയി തരി, എനിക്ക് വേണ്ടതിനാ എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് അതിന് വേണ്ടി കുറേ പൈസയും കൊടുക്കുക, കുറേ പൈസ ഞാൻ തരാം, നീ കൊണ്ടുപോയിക്കോ. നിങ്ങൾ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് ന്യായങ്ങൾ പറയുമായിരിക്കും. പക്ഷെ എൻ്റെ ന്യായം ഇതാണ്, എനിക്കിതൊരു അന്യായമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും അല്ലേ? എന്നിട്ട് അവൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോകുന്നു, അവിടെ ഒരു ഭാര്യയായിട്ട് ജീവിക്കുന്നു, ഒരു ഹൗസ് വൈഫായിട്ട് ജീവിക്കുന്നു. ദെൻ അവളുടെ കരിയറിൻ്റെ കാര്യത്തിൽ അപ്പോൾ അവൾ പറഞ്ഞു, അല്ല സാർ, ഞങ്ങൾ അതിന് വേണ്ടിയാണല്ലോ വന്നത്. എങ്കിൽ നിങ്ങൾ അങ്ങനെ ആണ് വന്നതെങ്കിൽ, ആ വികാരത്തോടെ ആ ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിൽ തൽക്കാലം ഇപ്പോൾ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾ ഈ സ്ത്രീധനം കൊടുക്കാൻ വെച്ച, അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട്, നമ്മൾ സ്ത്രീധനം പറയേണ്ട, ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വെച്ച പൈസ നിങ്ങൾക്ക് ഇതിനു വേണ്ടി, കല്യാണത്തിന് വേണ്ടി ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവളുടെ ഭാവി കരിയർ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് അവൾക്ക് ഇഷ്ടമുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിച്ചാൽ അവളുടെ കരിയർ നന്നാവില്ലേ? അവളുടെ ഭാവി ശോഭനമാവില്ലേ? അതോടൊപ്പം സ്ത്രീധനം ഇത് തന്നെയല്ലേ ശരിക്കും നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ, സാധാരണ ഞാൻ പറയുന്നതെന്നറിയോ, ഈ കാതിൽ ചെവിയുടെ ഒരു ഹോൾ അടയാതിരിക്കാൻ വേണ്ടി ഒരു കമ്മലിട്ട് കൊടുക്കുക, വേണമെങ്കിൽ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു മോതിരവും ഒരു കയ്യിലൊരു ചെയിനും ഇട്ട് കൊടുത്താൽ പോരെ? അത് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതല്ലേ അവളുടെ കരിയർ ഡെവലപ്പ് ചെയ്തെടുത്ത് അവളൊരു ലെവലിലാക്കി അവൾക്ക് എന്തെങ്കിലും ഒന്ന് സ്വന്തം നിലക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്ര ലെവലൊരു കരിയർ ഉണ്ടാക്കി കൊടുത്താൽ അതല്ലേ സ്ത്രീധനം എന്ന് പറയുന്നത്. ആ സ്ത്രീധനത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന യുവാക്കൾക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ച് കൊടുത്താൽ മതി. വലിയ കെങ്കേമമായിട്ട് നാടടക്കെ വിളിച്ച് സദ്യയൊക്കെ നമ്മളുടെ ഒരു ആഢ്യത്വവും നമ്മളുടെ ഒരു സമൂഹത്തിലെ സ്ഥാനമൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് വിഭവങ്ങളുള്ളൊരു സദ്യയൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുന്നതിന് പകരം ചെറിയ രീതിയിൽ സദ്യ കൊടുക്കണം, ആളുകളെ സന്തോഷിപ്പിക്കണം, അതൊക്കെ വേണം. ഈ അവസരം സന്തോഷത്തിൻ്റെതാവണം. കല്യാണം കഴിപ്പിച്ച് വിടുന്നത് ഒരു ബന്ധം സ്ഥാപിക്കുകയും നിലനിർത്താൻ പോകുന്നതിൻ്റെയും മുന്നോടിയാണത് എന്നത് സമ്മതിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടിയുടെ ഭാവി കൂടി നിങ്ങൾ ആലോചിക്കണം. ഇതെല്ലാത്തിലും ബാധകമാണ് കേട്ടോ. ഇപ്പം മെഡിസിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പാഷനേറ്റ് ആവുന്ന ഒരാൾ എത്ര
ആളുകൾ കൂടിയാലും ആ ഫീൽഡിൽ വിജയിക്കും, എസ്റ്റാബ്ലിഷ് ചെയ്യും. ഒരുപാട് ആളുകൾ ഒരു ഫീൽഡിൽ പാസ് ഔട്ട് ആകുന്നു എന്നത് നെഗറ്റീവല്ല. അതേ സമയത്ത് ഒരുപാട് ആളുകൾ പാസ് ഔട്ട് ആകുന്നു, എക്സസ് ആണ് എന്നത് മനസ്സിലാക്കിയിട്ട് വേണം കരിയർ പ്ലാൻ ചെയ്യും. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതോടൊപ്പം അവളുടെ സ്വപ്നങ്ങളും ഡ്രീമുകളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, അവരുടെ കരിയർ ശോഭനമായാൽ അതാണ് ഏറ്റവും വലിയ ഫ്യൂച്ചർ പ്ലാൻ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. കുറച്ചൊരു ഇമോഷണൽ ആവേണ്ടി വന്നു. പക്ഷേ അത് അയാൾക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തൽക്കാലം കല്യാണം കഴിപ്പിക്കേണ്ട, കാരണം ഫസ്റ്റ് ഇയർ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു വർഷമല്ലേ, ഒന്നുകൂടി അവൾ ടെസ്റ്റൊക്കെ ചെയ്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി എൻട്രൻസ് ഒക്കെ എഴുതി അടുത്ത കൊല്ലം എത്ര പൈസ ആയാലും വേണ്ടിയില്ല ഞാൻ അവളെ പഠിപ്പിക്കും, അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അവൾ പാഷനേറ്റ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞ് പാഷനേറ്റാണ്, താല്പര്യമുണ്ട്, പഠിപ്പിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് അവർ പോയത്. എനിക്കതിൽ സന്തോഷം തോന്നി. അങ്ങനെ ഒരു ഇടപെടലിൽ അയാൾ കൊണ്ട് കുറേ പൈസ ചിലവാക്കിക്കുക എന്നതിനേക്കാൾ ഒരു ഒട്ടും കൺസ്ട്രക്റ്റീവ് അല്ലാത്ത, ഒട്ടും ഗുണകരമല്ലാത്ത ഒരു സാധനത്തിൽ കുറേ പൈസ ചിലവാക്കുന്നതിനേക്കാൾ മക്കളുടെ ഭാവിയായിട്ട് ബന്ധപ്പെട്ടതിൽ ചിലവാക്കുന്നതില്ലേ നല്ലത് എന്നൊരു മെസ്സേജ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചിന്തകൾ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.